ഹലോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ആട്ടദോശയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അതെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് പിന്നെ നാളത്തേക്ക് അരിയെല്ലാം വെള്ളത്തിലിട്ട് ഉഴുന്നും അരിയും ഉലുവയും കൂടെ കൂടി പിന്നെ ഒരു വലിയൊരു പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സാറ് സ്കൂളിൽ പോകുന്നില്ലാത്തതുകൊണ്ട് ഒരുപാട് എഴുതാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോട്ട്സൊക്കെ അപ്പം ടീച്ചേഴ്സ് അയച്ചു തരുന്നുണ്ടായിരുന്നു ഗ്രൂപ്പിൽ. അപ്പോൾ അതൊക്കെ തന്നെ പിന്നെ നോട്ട്സിലേക്ക് പകർത്തി എഴുതിക്കുവാണ് അവനെ കൊണ്ട്. അപ്പോൾ അതിൻ്റെ പുറകെയാണ് കേട്ടോ. ഭയങ്കര ലേറ്റാണ് കേട്ടോ എഴുതാൻ വേണ്ടി. അന്നേരം ചേട്ടൻ അവിടെ എഴുതുമ്പം നമ്മുടെ അനിയന് ബുക്ക് വേണം, പെൻസിൽ വേണം, കളർ പെൻസിൽ വേണം, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. ഒട്ടും ഞങ്ങൾക്ക് ക്ഷമയില്ല കേട്ടോ. ഞങ്ങൾക്ക് എഴുതി പഠിച്ചിട്ട് ഞങ്ങളും സ്കൂളിൽ പോയി വലിയ ആളാകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ ഞങ്ങൾ തുടങ്ങിയേക്കുക. അപ്പോൾ അങ്ങനെ ഹോംവർക്കും കാര്യങ്ങളും പിന്നെ അതുപോലെ നോട്ട്സൊക്കെ എഴുതാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ എഴുതിച്ച് സാറിന് പോകാൻ വേണ്ടി ഭക്ഷണമെല്ലാം കൊടുത്ത് റെഡിയാക്കി സ്കൂളിൽ പറഞ്ഞ് വിടുകയാണ് കേട്ടോ. നല്ല സമയമാവും, നല്ലൊരു പണിയാണ് കേട്ടോ. അവനെ സ്കൂളിൽ പറഞ്ഞുകൊണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ് മടുക്കും. എൻ്റെ തലയിൽ വെള്ളമില്ലെന്ന് തോന്നുന്നു, കാരണം അവനോട് പറഞ്ഞ് അതെല്ലാം വറ്റിപ്പോയിന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ചേട്ടൻ പോകുന്നതിൻ്റെ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹം, എന്തോ ഒരു സ്നേഹം അല്ലേ. അപ്പം അങ്ങനെ അവനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ടുട്ടൂസിനെ പിടിച്ചങ്ങ് ഉറക്കി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഷോർട്ട് വീഡിയോ എടുക്കാൻ നിർത്തി ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സീരിയലൊക്കെ കണ്ടെൻ്റെ. പിന്നെ ഇതേ ടുട്ടു കിടന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്കും കുറച്ച് നേരം TV എല്ലാം കണ്ടിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇന്ന് കഴിച്ചതെന്നറിയാമോ? നല്ല കാന്താരി മുളക് പൊട്ടിച്ചതും നമ്മുടെ കപ്പ ചെണ്ട പുഴുങ്ങിയതും ആയിരുന്നു കഴിച്ചു. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ കാന്താരി മുളക് പൊട്ടിച്ചൊക്കെ. അപ്പോൾ ചേട്ടായി പണിക്ക് പോയിരുന്നു, ഇവിടുന്ന് കിട്ടി. അപ്പോൾ ഭയങ്കര എരിവുള്ളതുകൊണ്ട് ചേട്ടായി കുറച്ച് കൊണ്ടു തന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ചേട്ടായി മുടി ഉണങ്ങാൻ വേണ്ടി പെണ്ണുങ്ങൾ കെട്ടി വെക്കുന്നില്ല, കെട്ടി വെച്ചിട്ടൊക്കെ. ഞാൻ പറഞ്ഞു വീടിനകത്തോട്ട് നമ്മൾ കുളിച്ചിട്ട് ഇങ്ങനെ കെട്ടിക്കൊണ്ട് വരരുതെന്ന് പണ്ടുള്ളവരൊക്കെ പറയും. അപ്പം ചേട്ടായി കെട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ കറി വെച്ചത് പീര വെച്ചു കേട്ടോ. നത്തൽ പീരയും പിന്നെ മോര് കറിയും വെച്ചു. പിന്നെ അരിയെല്ലാം ഒന്ന് അരച്ച് വെച്ചു രാവിലത്തേക്ക്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ അത്യാവശ്യം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ മുടി ഒട്ടും ഉണങ്ങിയല്ല കേട്ടോ. ഈ ഒത്തിരി മുടിയുള്ളവർക്കുള്ളൊരു പ്രശ്നമാണെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ മുടി ഒട്ടും ഉണങ്ങിയല്ല, ഭയങ്കര പ്രശ്നമാണ് മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ മുടിയൊക്കെ ഞാനൊന്ന് ചേട്ടയുടെ മുണ്ടൊക്കെ എടുത്തങ്ങ് കെട്ടി വെച്ചു പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. മഴയും കൂടെ ഉണ്ടല്ലോ, തണുപ്പും കൂടെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കും ഉണങ്ങാൻ ഭയങ്കര താമസം. എനിക്ക് പിന്നെ അത് നീർക്കെട്ടിൻ്റെ പ്രശ്നം വരും, ഭയങ്കര ജലദോഷമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നില്ല. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടാറ്റാ.